എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ബോണ്ടയും അതുപോലെ തന്നെ വെട്ടുകേക്കും എന്നൊക്കെ പറഞ്ഞാൽ വളരെ അധികം ഇഷ്ടമുള്ള രണ്ട് സ്നാക്കുകളാണ്. അപ്പോൾ ഈ രണ്ട് സ്നാക്കിൻ്റെയും ടേസ്റ്റ് ഒരു സ്നാക്കിലായാലോ? അപ്പോൾ അത് ആണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന റെസിപ്പി ബോണ്ട കേക്കാണ്. ഈ ഒരു കേക്കിന് ബോണ്ടയുടെയും അതുപോലെ തന്നെ വെട്ട് കേക്കിൻ്റെയും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. വെട്ട് കേക്ക് തയ്യാറാക്കുന്ന അത്ര പാടൊന്നുമില്ല, വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോണ്ട കേക്ക് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെട്ട് കേക്കിൽ മുട്ട ചേർക്കും, അതുകൊണ്ടാണ് മുട്ട ചേർത്തത്. ഇനി നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പകരം ഒരു 1/2 കപ്പ് തൈര് എടുക്കാവുന്നതാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തരികളോട് കൂടിയ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തരികളോട് കൂടിയാണ് ഇതിൽ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു പഞ്ചസാര ഇതിലിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ മാവിടുക. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ്. ഏലക്ക ഒന്ന് ചതച്ചിട്ടിടാം, അല്ലെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെട്ട് കേക്കിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ബോണ്ടയിൽ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ജീരകം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഈ ഒരു ജീരകം കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ ജീരകം അതിൽ കിടന്നങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ അപ്പക്കാരമാണ്. 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞു വന്നില്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര അവിടെ ഇരിക്കും. അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന മുട്ട എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കരുത്. കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം. അപ്പോൾ ബോണ്ട ചില സ്ഥലങ്ങളിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാവിൻ്റെ പരുമെന്ന് പറയുന്നത് ഒരുപാട് കട്ടിയിലുള്ളൊരു പരുവല്ല, കുറച്ച് ലൂസായിട്ടുള്ള പരുവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ മുട്ട ആവശ്യത്തിന് ചേർക്കുന്നത് കാരണം ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ട് കുഴച്ച് നമുക്ക് എടുക്കാം. ഇനി നിങ്ങളുടെ മാവ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ, കൂടുതൽ കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് ലൂസ് പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഫൈനലി നമ്മൾ മാവ് കുഴച്ച് വരുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പം വെട്ട് കേക്ക് ആണെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് ആ ഒരു പ്രൊസീജിയർ ഒന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു മാവ് നല്ലതായിട്ട് പൊങ്ങിയൊക്കെ കിട്ടണമെങ്കിൽ ഇതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് നമുക്ക് നല്ലതായിട്ട് ബോണ്ട കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബോണ്ട കേക്ക്. അപ്പോൾ ഇതിനി അടച്ച് നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോണ്ട കേക്കിനുള്ള മാവ് തയ്യാറായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇത് നമ്മളങ്ങനെ നന്നായിട്ട് ഉരുളയൊന്നും ആക്കാൻ പറ്റില്ല, കുറച്ച് ലൂസായിട്ടാണല്ലോ ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ ഓരോരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും, അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരികയില്ല. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഇടുക. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഈ ഒരു ഉരുള കുറച്ചുകൂടെ ഒന്ന് വലുതാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ നിങ്ങൾ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാ സൈഡിലും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ കാണാനായിട്ട് ബോണ്ടയുടെ ഷേപ്പിലാണ്, പക്ഷേ കഴിക്കാനായിട്ട് ബോണ്ടയുടെയും അതുപോലെ തന്നെ വെട്ടുകേക്കിൻ്റെയും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതൊരു പുതിയ സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെട്ടുകേക്ക് നോക്കിയാൽ കാണാം അത് വിണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വെട്ടുകേക്കിൻ്റെ ഷേപ്പിലും അത് ആയി വരും. അപ്പോൾ നന്നായിട്ട് കുറേ സമയം കൂടെ നമ്മൾ പൊങ്ങാനായിട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിണ്ട് കയറിയിട്ട് വെട്ടുകേക്കിൻ്റെ ഷേപ്പിലും ഇത് ആകും. അപ്പോൾ ഇപ്പോൾ ഇതൊരു ബോണ്ടയുടെ ഷേപ്പിലാണുള്ളത്. അപ്പോൾ ബോണ്ടയും കേക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കേക്കാണ് ബോണ്ട കേക്ക്. അപ്പം ഈ ഒരു പുതിയ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വെട്ടുകേക്ക് ഉണ്ടാക്കുന്ന അത്ര പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഒരു 3-4 ദിവസം വരെ കേടുകൂടാതെ പുറത്ത് ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.